നമ്മളെ സോഷ്യൽ മീഡിയ വല്ലാതെ ഈ തലമുറയെ ഇല്ലാതാക്കുന്നുണ്ട്. മതത്തിന് ഒരുപാട് കുഴപ്പമുണ്ട്, മതങ്ങൾക്ക് ഒരുപാട് കുഴപ്പമുണ്ട്, ശരിയാണ്. പക്ഷെ മതത്തിൻ്റെ കുഴപ്പങ്ങൾ മാത്രം എപ്പോഴും പറഞ്ഞ് മതത്തിൽ ചിന്തിക്കേണ്ട, മതത്തിൽ ചിന്തിക്കുന്ന അഭിപ്രായമല്ല ഞാൻ ഈ പറഞ്ഞ്. പക്ഷെ അങ്ങനെ ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ട്. ആത്മീയതയോട് ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ട്, സാമൂഹ്യ ജീവിതത്തോട് നെഗറ്റീവ് വന്നിട്ടുണ്ട്, ഇതിനെല്ലാ കാര്യത്തിനോട് നെഗറ്റീവ് വന്നിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യ എല്ലാം തരുമെന്നാണ് പ്രചരിപ്പിക്കുന്നത്. എല്ലാ കാര്യവും ശാസ്ത്ര സാങ്കേതിക വിദ്യ നമുക്ക് തന്നുകൊണ്ടിരിക്കും. മൂല്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നില്ല. പഴയ കാലത്തെ മുത്തശ്ശിമാരും അമ്മമ്മമാരും അപ്പന്മാരും ഒക്കെ സാരോപദേശ കഥകൾ പറയും. അത് ഇന്ത്യൻ കഥകൾ മാത്രമല്ല, അറബിക് കഥകൾ പറയും, ഗ്രീക്കിൻ്റെ കഥകളൊക്കെ ഒരുപാട് പറയും. ഞാനൊക്കെ ഒരുപാട് കേട്ട് വളർന്ന ആളാണ്. അത് പറയുമ്പോൾ അതിൻ്റെ അവസാനം ഒരു സാരോപദേശ തത്വവും കാണും. ഇപ്പോൾ രാമൻ്റെ കഥ അല്ലെങ്കിൽ മഹാഭാരതോ കൃഷ്ണൻ്റെ കഥയൊക്കെ പറഞ്ഞാലും, നബിയുടെ കഥ, യേശുവിൻ്റെ കഥ, എല്ലാത്തിൻ്റെ അവസാനം എന്ത് പറഞ്ഞു കൊടുക്കും? ഒരു തത്വം കൂടെ പറഞ്ഞു കൊടുക്കും. ഈ തത്വമാണ് ജീവിതത്തിൽ പാലിക്കേണ്ടത്. കഥയങ്ങ് കളഞ്ഞിട്ട് തത്വം പാലിക്കണമെന്ന് പറയും. അപ്പോൾ അത് പഠിപ്പിക്കാൻ ആളില്ല. കുട്ടികളെ കയ്യിലാണെങ്കിൽ മൊബൈലും മറ്റ് സാങ്കേതിക വിദ്യകളിലാണ് കുട്ടികൾ മുഴുവൻ സമയവും. അപ്പോൾ ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളായതുകൊണ്ട് അവരെ നന്നായി, അവരുടെ ഒരു ദുഃഖം അറിയാതെ അവരെ വളർത്തുന്ന മാതാപിതാക്കൾ എന്ത് ചോദിച്ചാലും, വളരെ ചെറിയ പ്രായം മുതൽ എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കുന്നു. പക്ഷേ അതിനെ ഓണപ്പേ എന്നൊരു സമൂഹമുണ്ട് ഇവിടെ.